നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വിദ്യാർത്ഥികളടക്കമുള്ള കാൽനടയാത്രക്കാരെ ദുരിതത്തിലാക്കി പരപ്പനങ്ങാടി റെയിൽവേ അടിപ്പാതയിൽ വെള്ളക്കെട്ട്. പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ പാളം മുറിച്ചു കടക്കാൻ ഉപയോഗിക്കുന്ന അടിപ്പാതയിലാണ് ഒരു ഭാഗം മുഴുവനായും വെള്ളം കെട്ടിനിൽക്കുന്നത്. പാതയ്ക്കരികിൽ 2 അടി വീതിയിൽ നിർമ്മിച്ച സ്ലാബിന് മുകളിലൂടെയാണ് ആളുകൾ ഇപ്പോൾ മറുവശം കടക്കുന്നത്. അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണമാണ് ഈ ദുരിതത്തിന് കാരണമെന്നും അടിപ്പാത നിർമ്മിച്ച കാലം മുതൽ തുടങ്ങിയ ഈ പ്രശ്നം പരിഹരിക്കാൻ നാളിതുവരെയായി നഗരസഭാ അധികൃതർക്ക് സാധിച്ചിട്ടില്ലെന്നും ആളുകൾ പറയുന്നു. ആയിരക്കണക്കിന് ആളുകൾ ദിവസേന കടന്നുപോകുന്ന അടിപ്പാതയിൽ ഏക ആശ്വാസം പാതയ്ക്കരികിൽ 2 അടി വീതിയിൽ നിർമ്മിച്ച സ്ലാബ് മാത്രമാണ്. ഇതിനു മുകളിലൂടെ ഏറെ പ്രയാസപ്പെട്ടാണ് കാൽനടയാത്രക്കാർ ഇരുവശത്തേക്കും കടക്കുന്നത്. വൈദ്യുതിയില്ലാത്ത സമയത്ത് കൂരാകൂരിട്ടാണ് ഇതിനുള്ളിൽ. ഇത് സ്ത്രീ യാത്രക്കാരും വിദ്യാർത്ഥികളുമടക്കമുള്ള യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. കൂടാതെ മാലിന്യം നിറഞ്ഞ വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും പകർച്ചവ്യാധികൾ പടരുന്നതിനും ഇടയാക്കും. അടിപ്പാതയുടെ മുകളിൽ നിന്ന് ലീക്ക് ചെയ്യുന്നതും അശാസ്ത്രീയമായ ഡ്രൈനേജിൽ നിന്നും വന്ന് കെട്ടിക്കിടക്കുന്ന മലിനജലം നഗരസഭ പമ്പ് ചെയ്ത് നീക്കുന്ന താൽക്കാലിക സംവിധാനം എല്ലാ വർഷക്കാലങ്ങളിലും ഏർപ്പെടുത്തും എന്നല്ലാതെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ നാളിതുവരെയായി നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. ഒരുപാട് യാത്രക്കാർ വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഓവർബ്രിഡ്ജിൻ്റെ ഉള്ളിലൂടെ. ആ മോഡ് കെട്ടി കഴിഞ്ഞിട്ട് ശേഷം അതുപോലെ മോഡുകൾ ഈ വെള്ളം കാരണം ജനങ്ങളും ബുദ്ധിമുട്ടാണ്. യാത്ര ഇറങ്ങി ഗ്യാസ് ഒഴിവാക്കണമല്ലേ ഇങ്ങനെ എല്ലാവരും വലിയ ബുദ്ധിമുട്ടാണ്. യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം മൊത്തം സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്കൂളിൽ പോകുന്ന യാത്രക്കാർക്കും എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണ്. ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് അടിയന്തരമായിട്ട് അധികാരികൾ അതിനു വേണ്ട പരിഹാരം കാണണം. പൊതുജനങ്ങളുടെ പ്രാഥമികമായ ആവശ്യങ്ങൾക്കുമേൽ മുഖം തിരിക്കാതെ ഈ ജനദ്രോഹ നിലപാട് അവസാനിപ്പിച്ച അടിപ്പാതയിലെ വെള്ളക്കെട്ടിനും വെളിച്ചം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർന്നുവരുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, പരപ്പനങ്ങാടി.